അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയുടെ കൂടിയും നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വറുത്തരച്ച സാമ്പാറാട്ടോ. തേങ്ങ വറുത്തരച്ച സാമ്പാറാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ വറുത്തിട്ട് അമ്മിമ്മ അരച്ചങ്ങാനാണ് സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടോ. പണ്ട് നായന്മാരവിടെയൊക്കെ ഓണത്തിന് നമ്മൾ ചെന്നാലേ, നായന്മാരുടെ അല്ല, ഹിന്ദുസിൻ്റെ അവിടെ ഓണത്തിന് ചെന്നാലും നമുക്ക് നല്ല അടിപൊളി സാമ്പാർ ഇട്ടിട്ടോ. പക്ഷേ ആ സാമ്പാർ മല്ലി മുളകൊക്കെ അടുപ്പത്ത് വറുത്തിട്ട് ഉരലിലടിച്ചിട്ട് അമ്മിമ്മ അരച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റ്, ആ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ കിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഞാൻ അതേപോലെ ഉണ്ടാക്കിയതാണ് ഈ സാമ്പാർ. നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടികളാണൊക്കെ കേട്ടോ. സാമ്പാർ പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ, കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് പൊടിയല്ല കേട്ടോ. നമ്മളൊക്കെ കൊടുന്ന് വറുത്ത് പൊടിച്ചുണ്ടാക്കിയ പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ സാമ്പാർ. നമ്മളെ പണ്ടത്തെ വല്യന്മാരൊക്കെ ഉണ്ടാക്കിയ സാമ്പാർ, ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇട്ടിട്ടോ ഇത്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവരും സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടാവും, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിപ്പോൾ ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടോ. സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന്. സാമ്പാർ കഷ്ണം എന്ന് പറഞ്ഞാൽ അതിനില്ല ഇത്ര പൈസയ്ക്ക് നമുക്ക് ഇത്ര വട്ടം സാമ്പാർ വെക്കാലേ കിട്ടും നമുക്ക് കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതിലിപ്പോൾ വഴുതനങ്ങ ഉണ്ട്, ചേമ്പുണ്ട്, മത്തനുണ്ട്, മുരിങ്ങാക്കായുണ്ട്, വെണ്ടക്ക ഉണ്ട്, തക്കാളി ഉണ്ട്, അങ്ങനെ എല്ലാതും ഇടാം കേട്ടോ. നമുക്ക് നമ്മളെ പച്ചക്കറികളെല്ലാതും ഇടാം വീട്ടിൽ. അങ്ങനെ എല്ലാവുമ്പോഴായിട്ട് പരിപ്പ് ആദ്യം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാട്ടോ, വേഗം വേകാൻ വേണ്ടിയിട്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെണ്ടയ്ക്കയും ഈ മുരിങ്ങാക്കായും വേറെ വേവിച്ചാട്ടോ. ഞാനിപ്പോൾ അത് കുക്കറിലാണ് വേവിച്ചത്. ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരു വിസിൽ വന്നിട്ട് ആ വിസിലാണ് കളഞ്ഞാൽ മതി, അപ്പോൾ വെന്തിട്ടുണ്ടാവും. പരിപ്പൊക്കെ നല്ലോണം വെന്ത് കേട്ടോ. ഒരു വിസിൽ വന്നിട്ട് കുറച്ച് നേരം വിസിൽ കളഞ്ഞിട്ട് തുറന്നാൽ മതി, അപ്പോൾ ഒക്കെ കറക്റ്റ് വേഗം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്ക ഇതൊക്കെ ഇതിലിട്ടാൽ, വെണ്ടയ്ക്കയും മുരിങ്ങാക്കായൊക്കെ ഇട്ടാൽ അത് ആകെ വേഗം എറിയാണ്ട് ഉടഞ്ഞ് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, വേഗം അധികമാവും. അപ്പോൾ അത് ഞാൻ വേറെ വേവിച്ചണം കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമുക്കൊരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കഴുകി നുറുക്കി, നല്ലോണം കഴുകണം കേട്ടോ. പച്ചക്കറിയൊക്കെ ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ കഴുകണം, മരുന്നൊക്കെ അടിച്ചതല്ലേ കാരണം. പച്ചമുളക് ഇട്ടു കേട്ടോ, 3 പച്ചമുളക് ഇട്ടുക്കണം. സവാള ഇട്ടുക്കണം കേട്ടോ, ഒരു സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, നമ്മൾ തേങ്ങ വറുത്തരക്കുമ്പോൾ ചെറിയുള്ളി 2 വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ വറുത്തരക്കണം, വേപ്പിനിലൊക്കെ ഇട്ടിട്ടോ. വറുത്തരച്ച സാമ്പാർ പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. തേങ്ങ അരക്കാത്ത സാമ്പാറിനേക്കാളും ടേസ്റ്റാണ് വറുത്തരച്ചത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടേ നമുക്കത് കുക്കറിലൊരു വിസിൽ വരുത്താം. ഒരു വിസിൽ വെച്ചിട്ട് കുറച്ച് വിസിൽ കളഞ്ഞോളൂ കേട്ടോ. പകുതി വിസിൽ കളഞ്ഞോളുണ്ടോ, എന്നാൽ പാകത്തെ വേഗക്കാരം, അല്ലെങ്കിൽ വേഗം അധികം ആക്കാരം. എന്നാൽ തന്നെ ഇപ്പം നമ്മളിതിൽ പിന്നെ വെണ്ടയ്ക്ക ഇട്ടിട്ടില്ല. വെണ്ടക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ അതാകെ കൊഴുത്തും കൊണ്ടാവും. വെണ്ടക്ക നമ്മൾ ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് വറുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ. ഈ വെണ്ടയ്ക്കയും ഈ മുരിങ്ങാക്കായും നമ്മൾ വേറെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഈ കുക്കറിലിടുമ്പോൾ അത് വേഗം ഏറിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, കുഴഞ്ഞ രൂപത്തിലാവും, കൊഴുപ്പ് അധികമാവും. ഇത് നമ്മൾ വേറെ കേട്ടോ വേവിച്ചത്. അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്തുങ്ങാണ്ട് എല്ലാവരും ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ട് കമൻറ്റൊക്കെ അറിയിക്കൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. സാമ്പാറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനുണ്ടാവും, പക്ഷേ വറുത്തരച്ച സാമ്പാർ പറഞ്ഞാൽ അത് വേറെ ടേസ്റ്റ് കേട്ടോ. പണ്ടത്തെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇട്ടുണ്ടോ അത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണിത്. ഇതിലേക്ക് ഇപ്പോൾ 1-2 ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ചേർക്കലുണ്ടോയെന്ന് അറിയില്ല, അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു തേങ്ങൻ്റെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, വറുത്തരച്ചുകൊണ്ട് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ കുറച്ച് അധികം സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, 2 ദിവസത്തിന് ഉണ്ടാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇന്നത്തിലേറെ രസം ഉണ്ടാവും നാളെ കൂട്ടുമ്പോൾ കേട്ടോ. ഇപ്പോൾ സാമ്പാർക്കായാണ്. ഇത് എണ്ണയിലൊക്കെ നല്ലോണം ഒന്ന് വറുത്ത്, ഇങ്ങനെ എണ്ണയിലിടുമ്പോൾ ആ സാമ്പാർക്കായാണ് വീർത്ത് വരും കേട്ടോ. എന്നിട്ട് നമുക്കത് കല്ലിൽ പൊടിച്ചുങ്ങാണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ്. ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാമ്പാർക്കായം വറുത്തിട്ടിട്ട് അതിൽ വെണ്ടയ്ക്കയും മുരിങ്ങാക്കായും കൂടി ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് പുളിവെള്ളത്തിലൊന്ന് വേവിച്ചണം കേട്ടോ. മറ്റേത് അവിടെ കടന്ന് വിസിൽ വന്നുകൊണ്ട് വേകുന്നുണ്ട്. അപ്പോഴത്തേന് ഇത് ഇവിടെ വേവിച്ച തേങ്ങ വറുക്കുക, അങ്ങനത്തെ പണികളൊക്കെ എടുക്കുക. ഈ സാമ്പാറുണ്ടെങ്കിലേ ചോർക്ക് പ്രത്യേകിച്ച് വേറെ കൂട്ടാനൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ. ഒരു പുളിയഞ്ചി ഒരു പപ്പടം ഉണ്ടെങ്കിലേ അടിപൊളിയായിട്ട് നമുക്കൊന്ന് കുശാലായിട്ട് സദ്യ ഉണ്ണാൻ മാതിരി ചോറ് വെച്ചു.
ഞാൻ അവിയൽ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളി, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇറച്ചിൻ്റെ മീനിൻ്റെ ഒന്നും ആവശ്യപതിക്കില്ല കേട്ടോ. ഈ പച്ചക്കറി ഉപ്പേരിയും പയറുപ്പേരിയും സാമ്പാറും പുളിയിഞ്ചിയും പപ്പടവും അവിയലൊക്കെ കൂട്ടി ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അത് വേറെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മളതൊക്കെ വറുത്ത് വെച്ചിട്ട് കോരിട്ടോ. നമ്മളെ സാമ്പാർ കായൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയും ഈ മുരിങ്ങാക്കായും കൂടി ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റട്ടോ. വെണ്ടക്കേൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോകണം. അപ്പോൾ മുരിങ്ങാക്കായി അതിനോടുകൂടെ വെന്തോളും. എന്നിട്ട് നമുക്ക് ആ പുളിൻ്റെ വെള്ളം നല്ലോണം തിരുമ്മി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു നെല്ലിക്കനോളം വലുപ്പത്തിലേ പുളി എടുത്തിട്ടുണ്ട്. പുളി അധികമായാൽ സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ പാകത്തിന് വേണേനും അധികം ആകാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ നല്ലോണം ഇതിലേ വഴന്ന് വന്നിട്ടേ നമുക്ക് ആ പുളി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അതിലൊന്ന് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടേ അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് സാമ്പാറൊക്കെ? ഞാനിങ്ങനെ വറുത്തരച്ച് വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ച് വെച്ച സാമ്പാർ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതിപ്പോൾ ഇന്ന് 2 ദിവസത്തിന് ഉണ്ടാക്കി വെക്കാം നമുക്ക്. നല്ലോണം തണുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ ചൂടാക്കിയാണ്ട് നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ. അങ്ങനെ ഇതൊക്കെ നല്ലോണം ഇതിൽ കടന്നിട്ടേ പുളിൻ്റെ വെള്ളം ഒഴിച്ചുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ടോ. നമ്മൾ ആദ്യം പച്ചക്കറി വേവിച്ചപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കറിൽ നമ്മൾ പച്ചക്കറികൾ വേവിച്ചും ബൈക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഇതൊക്കെ നല്ലോണം വെന്തിട്ടേ നമ്മൾ കുക്കറിൽ വേവിച്ച പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇപ്പോൾ ഞാനൊരു വിസിൽ വന്നിട്ട് പകുതി വിസിൽ കളഞ്ഞേക്കണം കേട്ടോ. ഞാൻ അപ്പോൾ നല്ല വെന്തിട്ടുണ്ടാവും കുക്കറിലാവുമ്പോഴേ. അടുപ്പത്താണ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണമല്ലോ. ഇത് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. എന്നാൽ ടേസ്റ്റിനൊന്നും ഒട്ടും കുറവുണ്ടാവില്ല. അങ്ങനെ നമ്മളെ പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പും പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായിക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മളെ മുരിങ്ങാക്കായി നമ്മളെ വെണ്ടക്കയും വെന്തു കേട്ടോ. വെണ്ടക്ക ഞാൻ വറുത്തതുകൊണ്ട് കൊഴുപ്പൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആകെ ഒരു വളവളവനെക്കാരം വെണ്ടക്ക. എണ്ണയിൽ വറുത്തിട്ടാണ് നമ്മളത് വേവിച്ചത്. മുരിങ്ങാക്കായി തന്നെ വേഗേറി ആകെ കോല് ഇതായിങ്ങാണ്ട് ചങ്കിലൊക്കെ കുത്തി കൊണ്ടിരിക്കും. ഇതാകുമ്പോൾ മുരിങ്ങാക്കായ ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പം നമ്മൾ പുളി ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുരിങ്ങാക്കായും വെണ്ടയ്ക്കും ഇട്ടു. ഇപ്പം എല്ലാതും ഇട്ടു. ഇനി ഇതിൽ കളഞ്ഞിട്ട് ഒന്ന് പതുക്കെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഒറ്റ തിളച്ചാൽ മതി. എല്ലാവരും കൂടി യോജിപ്പാകാൻ വേണ്ടിയിട്ടേ ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഞാൻ മൈക്കയിലെ തേങ്ങയും പൊടികളൊക്കെ ഒന്ന് വറുത്തുങ്ങാണ്ട് അരച്ച് ഒഴിച്ചാൽ. അങ്ങനെ നമ്മൾ ചട്ടി തീ വെച്ചിട്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ആദ്യം ഒരു ലേസം വെളിച്ചെണ്ണ ഒഴിച്ചാൽ. ഇപ്പം ചെറിയുള്ളി ഒരു 5-6 ചെറിയുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനാണ്. ഞാൻ വെളുത്തുള്ളി ഇട്ട ഗ്യാസിൻ്റെയൊക്കെ കേടലുകൾക്കൊക്കെ നല്ലതാണ് വെളുത്തുള്ളി, വയറിനൊക്കെ ഒരു ടേസ്റ്റുമാണ് വെളുത്തുള്ളി. അങ്ങനെ തേങ്ങയും വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരിളം ബ്രൗൺ കളറായിട്ടൊന്ന് വറുത്തിട്ടാൽ മതി. കരിഞ്ഞു പോകാനാക്കിയത് തീ കുറച്ചിട്ടേ ഫ്ലെയിം ചെറുതാക്കിങ്ങാണ്ട് വറുത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങയ്ക്ക് തന്നെ ഒന്നായിട്ടൊക്കെ പാടെ അരക്കുക കരം. കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഫ്ലെയിം വളരെ ചെറുതാക്കിയിട്ട് വേണം കേട്ടോ ഇതിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോയതിൻ്റെ നല്ല ടേസ്റ്റും പോവും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സാമ്പാർ പൊടിയാണ് ഇതിൽ ഇടേണ്ടത് കേട്ടോ. നല്ല സാമ്പാർ പൊടിയാണ്. ഞങ്ങളിവിടെ ഉണ്ടാക്കി സാമ്പാർ പൊടിയാണ്, വീട്ടിലുണ്ടാക്കി. നല്ലൊരു മണമാണ്. ഒരു 3 ടീസ്പൂണ് അതും ഉണ്ടാക്കി കൊടുക്കുക, ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതും കൂടി ഒന്ന് ഇതിൽ ഇളക്കി നല്ലോണം യോജിപ്പിച്ചിട്ടേ അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് പോയിങ്ങാണ്ട് ചെറിയ ഫ്ലെയിം വളരെ ചെറുതാക്കിയിട്ട് വേണം അതൊക്കെ ഇളക്കാൻ. അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് പോയിട്ട് അതിനെ കരിഞ്ഞ മണാക്കാൻ സാമ്പാറിൻ്റെ ടേസ്റ്റ് കുറയും. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളകും പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ആദ്യം പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. ഇനി സാദാ മുളക് നമ്മൾ വീട്ടിൽ പൊടിച്ച മുളകുണ്ട്, ചുവന്ന മുളകിൻ്റെ പൊടി, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല എരിവില്ല മുളകാണ്, അപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു പ്ലേറ്റിക്ക്
നമ്മൾ ഇത് ഒഴിവാക്കുക. ഇങ്ങനെ എടുത്തേക്കുക. നല്ലോണം ചൂടാറണം. ചൂടാറാതെ അരച്ചാൽ മിക്സി കേട് വരും. ഒക്കെ പാടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഈ പൊടികളും തേങ്ങയും ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ഇതൊക്കെ കൂടെ ഒന്ന് വറുത്തത് നമ്മളൊന്ന് തണുത്തിട്ട് വേഗം തണുക്കും കേട്ടോ. അങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ എടുത്തുവച്ചാൽ മതി, പെട്ടെന്ന് തണുക്കും. അങ്ങനെ ഇതൊക്കെ തണുത്ത് വന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിച്ച് ചെയ്തിട്ടോ, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വറുത്ത തേങ്ങയാകുമ്പോൾ എളുപ്പം അരഞ്ഞിട്ടും ചെയ്യും. വല്ലാതെ വെള്ളം ഒഴിച്ചരുതേ. വല്ലാതെ വെള്ളം ഒഴിച്ചാൽ പുറത്തേക്ക് തെറിക്കുക കരം, അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഒരു പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കട്ടോ. നല്ലോണം അരിത് വെണ്ണ പോലെ അരച്ചെടുക്കട്ടോ. അങ്ങനെ ആ പൊടികളൊക്കെ അതിലിട്ടിട്ട് അരച്ചിട്ടേ നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് അതിലേക്ക് ചേർക്കാം. അങ്ങനെ ഇതൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മളെ കറിക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. 2 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചാലും കേടാവില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ട് കൈ തൊടാതെ വേറെ ഒരു പാത്രത്തിൽ ഒഴിവാക്കിയിട്ട് അതിന് നല്ല വൃത്തിയായി സൂക്ഷിച്ചാൽ എത്ര ദിവസമായാലും കേട് വരില്ല കേട്ടോ. അങ്ങനെ നമ്മളെ തേങ്ങയൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ആ പൊടികളൊക്കെ പാടങ്ങോട്ട് അരച്ചിട്ടേ ഇനി നമുക്ക് നമ്മളെ കറിക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇത് ഫൈനലായിട്ട് ചെയ്യണതാണ്. ഇനി ഇതിൻ്റെ കൂടെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടിയും ചേർക്കാണ്ട്, അപ്പോഴത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. നിങ്ങൾ ചേർക്കാറുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഞാനത് ചേർക്കലുണ്ട്. ചേർത്ത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. സാമ്പാർ കുറച്ച് ഇങ്ങനെ ലൂസായി നിൽക്കണം, വല്ലാതെ കുറുകി നിന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് അയഞ്ഞ് നിൽക്കണം സാമ്പാർ. ഇതൊക്കെ കൂടെ ഈ പൊടികളൊക്കെ പാടെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് തിളക്കേണ്ടത്. ഒന്ന് തിളച്ച് യോജിക്കണം അതിൻ്റെ മസാലകളൊക്കെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ആവശ്യത്തിന് ഇപ്പോൾ ഈ നേരത്തെ നോക്കിയാൽ മതി നിങ്ങൾ. ഇനി ഇത് ആവശ്യതൊന്ന് താളിക്കാണ്ട് കേട്ടോ, കടർക്കാണ്ട്. അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഒക്കെ തിളച്ച് നമുക്ക് ചെറിയ ഒരു പൊട്ട് ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ പുളിയൊന്ന് ബാലൻസ് ചെയ്യാനും നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ ശർക്കര ഇടുമ്പോൾ. ഇത് ആവശ്യമില്ലല്ലോ ഇട്ട് കൊടുത്താൽ മേടിച്ചിട്ട് ഇതിടുമ്പോൾ നല്ലൊരു ആ പുളിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഈ ശർക്കര ലേസം ഇടുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഉണ്ടാക്കി നോക്കിയിട്ടേ അല്ലേ, സാമ്പാർ കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. എത്ര ദിവസം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ കേട് കൂടാതെ നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കണ്ടേ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ടേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ച്. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.